ഹേ ഗായ്സ്, ഇന്ന് വിഷുവായിട്ട് രാവിലെ തന്നെ കണിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അമ്മണിയാണ് ആദ്യം എണീറ്റത്. അമ്മണീനെ തൊഴുകിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നൻ എണീറ്റു. പൊന്നനെ തൊഴാൻ കൂടെ നിർത്തി. അപ്പം മഞ്ജു എടുത്തുകൊണ്ട് ഓടി വന്നു. അത് കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിലോട്ട് പോയി. അവിടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വർത്തനൊക്കെ പറഞ്ഞു തന്നു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു. അമ്പലത്തിൽ പോയി ക്ഷീണം കാരണം പൊന്നനും അമ്മണിയും നേരത്തെ തന്നെ ഉറങ്ങി. ആ സമയത്ത് അടുക്കള കയറി സദ്യയൊക്കെ ഒരുക്കി. ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, മോരുകറി, അച്ചാർ, പിന്നെ പായസം, പപ്പടം, പഴം, അത്രയേ ഉള്ളൂ. ചെറിയൊരു സദ്യ. അങ്ങനെ അമ്മണി ദേ ചോറ് കഴിക്കുവാണ്. അമ്മണിയും പൊന്നനും ഇലയൊക്കെ ഇട്ടിരുന്ന് ചോറൊക്കെ കഴിച്ചു. ചോറ് കൊണ്ട് അവിടെ ഒരു അഭിഷേകം നടത്തി. അതൊക്കെ ഒരു രസമല്ലേ? കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഇരുത്തി കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, കാണുമ്പോൾ നമുക്ക് സന്തോഷം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂട്ടിരുന്ന് വിഷു സദ്യ കഴിച്ചു. അച്ഛനില്ലായിരുന്നു, അച്ഛൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു.